Connected. Never listen to the no's. I just wanna keep. I'll be number one. Working hella hard until I get just what. ഗായ്സ്, അപ്പം ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫീച്ചറാണ്. അപ്പം ഇപ്പോഴും ചില മ്യൂസിക് സിസ്റ്റംസിലൊക്കെ ബ്ലൂടൂത്ത് കിട്ടിയിട്ടില്ല. അതായത് ഇച്ചിരി പഴയ കാർ ഓഡിയോ സിസ്റ്റംസിലൊക്കെ ആണെങ്കിലും ബ്ലൂടൂത്ത് കിട്ടിയിട്ടില്ല. അപ്പം നമുക്കിന്ന് ഒരു ബ്ലൂടൂത്ത് ഡോങ്കിൾ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഒരു പഴയ ഒരു ഇയർഫോൺ ഉണ്ടായാൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഓക്സ് പിന്നെ വേണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ടും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. 10 രൂപ വില വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് 3 ടെർമിനൽ ഉണ്ടാവും, ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം ഞാൻ വയർ ഇട്ട് വെച്ചിട്ടുണ്ട്, ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മെയിൻ സാധനം വേണം, ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ. ഓക്കെ, അപ്പോൾ പോയതാണിത്. അതായത് ഇതിൻ്റെ സ്പീക്കർ 2 പോയതാണ്, ബാക്കിയെല്ലാം ശരിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വേണം എടുക്കാൻ. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഇയർഫോൺ നമുക്ക് അങ്ങോട്ട് പൊളിച്ചെടുക്കണം. ഓക്കെ, അപ്പം നമുക്കതിന് നമ്മുടെ ലോക്ക് ഉണ്ടാവും, അത് വിടിപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ടെസ്റ്ററോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇത് ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ പീസ് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് എൻ്റെ മെയിൻ സർക്യൂട്ട്. അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് അയച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വയർ 2 സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് നമ്മുടെ സർക്യൂട്ട് ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. ഇത് അതിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ 3.7 വാട്ട്സിൻ്റെ ഒരു ബാറ്ററി. ഓക്കെ, അപ്പോൾ ഇത് 2 സൈഡിൽ 2 വയറുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ് പ്ലസ്, അതിൻ്റെ അപ്പുറത്തത് നെഗറ്റീവ്, ഇത് റൈറ്റ് പ്ലസും മൈനസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്പീക്കർ വയർസാണ് അത് 2. അത് നമുക്ക് ഇനി അയച്ചെടുക്കണം, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പം ഷോൾഡർ കണ്ണ് വെച്ചിട്ട് ഒന്ന് സിമ്പിളായിട്ടൊന്ന് എടുത്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പീക്കർ വയർസൊക്കെ ഊരി കളഞ്ഞു. ഇനി നമ്മുടെ ഓക്സ് പിൻ എടുക്കുക. ഇനി അതിലുള്ള 3 വയർ നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് ഷോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ അതെവിടെയൊക്കെയാണ് ഷോൾഡർ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, അതായത് ഷോൾഡർ ചെയ്തിട്ട് പറഞ്ഞു തരാം, അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3 വയർ ഞാൻ ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ വയർ, അതായത് റൈറ്റിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മൾ ഗ്രീൻ വയർ കൊടുത്തത്. പിന്നെ ലെഫ്റ്റ്, അതായത് ഈ ഓക്സ് കേബിളിൻ്റെ ലെഫ്റ്റ് നമ്മുടെ സർക്യൂട്ടിലുള്ള ലെഫ്റ്റിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു, അത് ഷോൾഡർ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് 2 സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ കൊടുത്താൽ മതി, കാരണം ഗ്രൗണ്ട് കോമൺ ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്, ഒന്നും വലിയ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് സ്പീക്കർ വയർസിൻ്റെ 2 പോസിറ്റീവും പിന്നെ ഒരു ഗ്രൗണ്ടും കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംഭവത്തിൽ നമ്മൾ അയച്ചെടുത്ത അതേ രീതിയിൽ തന്നെ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോങ്കിൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഓൺ ആകുന്നുണ്ട്. പിന്നെ ആ വയറിനൊരു ചെറിയ ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം സെറ്റായി. നമുക്കിനി ചാർജ് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർജ് തീരുമ്പോൾ എന്തായാലും റീചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഡിപ്പെൻസ് നമ്മൾ എടുക്കുന്ന ഇയർഫോണിൻ്റെ മേലെ ഡിപ്പെൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ കാറിൻ്റെ ഹെഡ് യൂണിറ്റ്, മ്യൂസിക് സിസ്റ്റം. അപ്പോൾ ഇതിന് താപ്പാടുണ്ട്, ഓക്സിലറി സ്ലോട്ടും പിന്നെ നമുക്ക് CD മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ബ്ലൂടൂത്ത് ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഡോങ്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പവർ ഓൺ ചെയ്യാം. അപ്പോൾ ഇത് പവർ ഓൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഓക്സിലറി സ്ലോട്ടിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓണാക്കണം. ഓക്കെ, ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു മ്യൂസിക് വെച്ച് നോക്കാം. അപ്പോൾ ഇത് പ്ലേ ആകുന്നുണ്ടോ? Always do it on my own, so I gotta get through it. And the only thing I know when you're at your teens, life ain't really what it seems. ഞാൻ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്ത് കാണിക്കാം. Always go till I find a Connected.
Never listen to the no's, I just wanna keep moving. ഇനി ഞാൻ TPA3116D2 ആംപ്ലിഫയറിലും കൂടെ ഇട്ട് കണക്ട് ചെയ്ത് കാണിക്കാം. I'll be number one, working hella hard until I get just what I want, yeah. Rises like the sun, yeah, fatal like a gun. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.